എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡൊണാൾഡ് സെബാസ്റ്റ്യൻ ഓൺ ദിസ് ചാനൽ ഹൗസ് ഓഫ് ക്യൂസീൻ. പണ്ടൊക്കെ നമ്മളൊരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്ന കറികളിലൊന്നാണ് ചിക്കൻ കറി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വലിച്ചു പറിച്ച് കഴിക്കാറുള്ളതും ഈ ഒരു ചിക്കൻ കറി തന്നെയാണ്. പക്ഷേ ഇന്ന് കാലഘട്ടം മാറി കഴിഞ്ഞപ്പോൾ ഇന്ന് ആളുകളുടെ ട്രെൻഡ് മാറി. ഇന്ന് ഒരുപാടധികം കറികളുണ്ടെങ്കിലും നാച്ചുറൽ ടേസ്റ്റ് കിട്ടുന്ന കറികൾ വളരെയധികം കുറവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു അറേബ്യൻ ഡിഷിൻ്റെ കടന്നുവരവ്. നമ്മളുടെ കേരളത്തിൽ ഇന്ന് ട്രെൻഡായി മാറിക്കഴിഞ്ഞു അറേബ്യൻ ഡിഷായ അൽഫാം. എന്താണ് അൽഫാം? അറേബ്യൻ രാജ്യത്തുണ്ടായ ഈ സാധനം ഇന്ന് കേരളത്തിൽ ഇത്രയധികം ട്രെൻഡിങ് ആയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് തന്നെയാണ്. ആനയില്ലാതെ എന്ത് പൂരം മാഷ് എന്ന് ചോദിച്ചോണം. മയോണൈസ് ഇല്ലെങ്കിൽ അൽഫാമിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ആ ഒരു റിയൽ ഫ്ലേവർ നമുക്ക് കിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിലുണ്ടായ റേഡിയോയിലെ പാട്ടും ചൂട് കട്ടനും ഒപ്പം അൽഫാമും കൂടി ഒരു പെടപടച്ച് കഴിഞ്ഞപ്പോൾ സംഭവം അങ്ങ് ആഘോഷമായി, കളറായി. സോ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, ഫ്രീ ആണ്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള രുചികരമായ നല്ല ക്വാളിറ്റി വീഡിയോസുകളോട് കൂടിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അൽഫാമിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചിക്കനാണ് ഇതിൻ്റെ കോർ ഐറ്റം. ചിക്കൻ ഇല്ലെങ്കിൽ അൽഫാം ഇല്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അൽഫാമിനുള്ള ചിക്കൻ ഞാൻ മേടിച്ച് വെച്ചിട്ട് അൽഫാമിന് വേണ്ടിയിട്ടുള്ള ചിക്കനായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് മേടിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 3 കിലോളം, 3 കിലോയിലും മേലെ വരും ചിക്കൻ ഇവിടെ ഉണ്ട്. ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, വീട്ടിലുള്ള നാടൻ ചിക്കൻ യൂസ് ചെയ്ത് അൽഫാം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഓഫ് കോഴ്സ് പറ്റും, പക്ഷേ അതിൻ്റെ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നാടൻ ചിക്കൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രോയിലർ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല. ടേസ്റ്റ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബ്രോയിലർ ചിക്കനാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ചിക്കൻ നല്ല രീതിക്ക് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുമേക്ക് നമുക്ക് ചെറിയ ചെറിയ വരകൾ ഇട്ട് കൊടുക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഡിസൈന് വേണ്ടിയിട്ടല്ല, അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ചിക്കൻ്റെ മീറ്റ് ഇച്ചിരി കട്ടി കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഈ മസാല ഇറങ്ങി ചേരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ മീനൊക്കെ വരയിടുന്ന പോലെ ചിക്കൻ്റെ മീറ്റുമേക്ക് നമ്മൾ വരയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മസാല അതിൻ്റെ ഉള്ളിലോട്ട് കയറി പിടിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് വരകൾ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ മീറ്റിൻ്റെ പീസുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി ചിക്കൻ്റെ മസാല നമുക്ക് റെഡിയാക്കണം, അൽഫാം മസാല. ഞാനിപ്പോൾ ഏകദേശം 3 കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാലയാണ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. 3 കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാലയ്ക്കുള്ള സാധനങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് മുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു നാരങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കനുമേക്ക് പുരട്ടാനുള്ള മസാല നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഞാൻ കൃത്യം അളവ് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മേടിക്കുന്ന ചിക്കൻ അനുസരിച്ചായിരിക്കണം നിങ്ങൾ മസാല ഉണ്ടാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാലയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 പാത്രത്തിലായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു മിക്സും മറ്റു പാത്രത്തിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അര നാരങ്ങ ഞാൻ പിഴിഞ്ഞൊഴിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ നാരങ്ങ വേണമെങ്കിൽ കൂടുതൽ പിഴിഞ്ഞൊഴിക്കാം. നിങ്ങളുടെ പുളിപ്പിന് ആവശ്യമായിട്ടുള്ള നാരങ്ങ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് തന്നെ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇച്ചിരി വലുപ്പമുള്ള പാത്രം എടുക്കാം, കാരണം നമുക്ക് ചിക്കൻ ഈ പാത്രത്തിലിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ 2 മിക്സും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സും അതുപോലെ തന്നെ മറ്റ് മിക്സുകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ചിക്കൻ്റെ ഫൺ പാർട്ട്. കാരണം ഇതുണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നാച്ചുറലി കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയധികം ഒരു സ്മെല്ലും, നല്ല അടിപൊളി സ്മെല്ലും,
ആ ഒരു ഫീൽ വേറെ തന്നെയായിരുന്നു. നല്ല രീതിക്ക് ഇതുപോലെ എല്ലാ സൈഡിലോട്ടും ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എത്രത്തോളം നിങ്ങൾ മസാല ശരിക്കും തേച്ച് പിടിപ്പിക്കുന്നോ അത്രത്തോളം ഈ ചിക്കൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് മസാല തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റിന് വയ്ക്കണം. ഇനി നമുക്ക് പിറ്റേ ദിവസം വൈകിട്ടാണ് ഞാനിപ്പോൾ ഈ മസാല പുരട്ടിയിരിക്കുന്ന ഈ ഒരു ചിക്കനെ ഞാൻ അൽഫാമായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. മൂന്ന് കിലോ ചിക്കനിൽ ഏകദേശം 16 പീസോളം ചിക്കൻ പീസുകളുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഓരോ പ്രാവശ്യവും 4 ചിക്കൻ പീസ് വീതം വെച്ച് ഞാനിപ്പോൾ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഗ്രില്ല് ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ആ കനലൊന്ന് കത്തി നിൽക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വല്ല മണ്ണെണ്ണയോ അങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ കനലിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണന്ന് പോകാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഗ്രില്ല് ചെയ്യുക. ഗ്രില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 വശവും നല്ല രീതിക്ക് തന്നെ ഗ്രില്ല് ചെയ്യുക. കൃത്യം സമയം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സമയം നിങ്ങൾ കൊടുക്കുന്ന കനലിലും ചിക്കൻ്റെ ആ ഒരു പീസിനൊക്കെ അനുസരിച്ച് സമയത്തിൻ്റെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നല്ലോണം തന്നെ വെന്തണം നോക്കുക 2 വശവും. അതിനുശേഷം രണ്ടാമത്തെ വട്ടം നമ്മൾ വീണ്ടും 2 വശവും നന്നായിട്ട് വേവിച്ചെടുക്കുക. അതായത് ഒരു ചിക്കൻ പീസ് നമ്മൾ മിനിമം 2 ട്രിപ്പായിട്ട് നമ്മൾ വേവിക്കണം 2 സൈഡും. അങ്ങനെ വേവിച്ചാൽ മാത്രമേ നമുക്കിത് നല്ല രീതിക്ക് ഗ്രില്ലായിട്ട് കിട്ടുള്ളൂ. ഉണ്ടാക്കുന്ന ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനിയാണ് നമ്മളെ പ്രധാനപ്പെട്ട ചടങ്ങ്. ഇതിനെ വലിച്ചു പറിച്ച് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് കപ്സ ഉണ്ടെന്നുണ്ടെങ്കിൽ കപ്സ കൂട്ടി കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ബിരിയാണി റൈസോ അല്ലെങ്കിൽ ഇപ്പോൾ അൽഫാമിനെ പറ്റിയ റൈസ് നമുക്ക് കിട്ടും, അത് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ അൽഫാമിനെ പറ്റിയ നല്ല റൈസാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഈ റൈസ് കൂട്ടി മയോണൈസ് ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നു, ഒരു ചൂട് കട്ടൻ കാപ്പി റെഡിയാക്കി വെച്ചായിരുന്നു. ഇത് രണ്ടും കൂടി കൂട്ടി ഈ അൽഫാം ആ മയോണൈസിൽ മുക്കി ആ റൈസിൽ ചെറുതായിട്ടൊന്ന് പിടിപിടിച്ച് ഒരു കഴിക്കൽ ഒന്ന് കഴിച്ചു നോക്കാം. ട്രൂലി ഗൈസ്, ഞാൻ സത്യമായിട്ടും പറയാണ്, അത്രയധികം ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. കാരണം എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതുവരെ 1K എത്തിയിട്ടില്ല. 1K എങ്കിലും നമുക്ക് എത്തണം. 1K സബ്സ്ക്രൈബേഴ്സ്, 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എത്തണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചുമ്മാ കണ്ടിട്ട് പോകരുത്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയേക്കുക. ആൻഡ് സപ്പോർട്ട് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക.